മൈ ചാനൽ ഹാപ്പി ഡെയറീസ് വിത്ത് ഗായ്സ്. ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം എങ്ങോട്ടോ കുറ്റിയും പറിച്ച് പോവാണെന്നല്ലേ. യെസ് ഗായ്സ്, നമ്മളിപ്പോൾ പോകുന്നത് അതിരമ്പള്ളി വാട്ടർഫോൾസിലേക്കാണ്. പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഒന്ന് രണ്ട് ചങ്ങായിമാരെ കണ്ട് കുശലൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പതിവ് പോലെ തന്നെ വലിയ പ്ലാനൊന്നും ചെയ്തിട്ടല്ല കേട്ടോ നമ്മൾ ഇറങ്ങിയത്. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ചെറിയൊരു യാത്ര പോകാനുള്ളൊരു മൂഡ്. വലിയ യാത്രയൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തല്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് ഓർത്തു. മല കാണാം, കാട് കാണാം, കാട്ടിക്കൊണ്ടുള്ള യാത്ര. അപ്പം എന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് മനിയോജിച്ചും അതിരമ്പള്ളി തന്നെയാണെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഏഴാറ്റുമുഖത്ത് കയറിയിട്ടോ. നമ്മളുടെ ചാലക്കുടി പുഴയുടെ മുഴുവൻ സൗന്ദര്യവും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മളുടെ ഏഴാറ്റുമുഖം. അപ്പോൾ പിന്നെ അവിടെ കയറാതെ പറ്റും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്ന പുഴയുടെ സൈഡിലേക്കാണ് കേട്ടോ. നല്ലൊരു നേച്ചർ പ്ലേസ് ആണ്. കണ്ടു നിൽക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ ഒരു മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പ്രകൃതി നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു കോടയും എല്ലാം ഉണ്ട്. നല്ല മഴക്കാറുണ്ട്. ഈ വേനൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വെള്ളമൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഈ ഭംഗി നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി നമ്മൾ തൂക്കുപാലത്തേക്ക് കയറുക കേട്ടോ. തൂക്കുപാലത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായാനേന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. കാരണം അത്രയ്ക്കും ആ ഒരു നേച്ചർ, ആ ഒരു പ്രകൃതി അത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റിയത് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ്. അത്രയും മനോഹരമായിട്ടാണ് ആ പുഴ ഒഴുകുന്നതും ആ മല നിൽക്കുന്നതും ആ പച്ചപ്പും അതിനിടയിൽ നല്ലൊരു മഴക്കാറും ആ കോടയും ഒന്നും പറയണ്ട. നല്ലൊരു വൈബായിരുന്നു. പക്ഷെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. നല്ല മഴക്കാറുള്ളത് കൊണ്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. പോകുന്ന വഴി നമ്മൾ വേറൊരു ചങ്ങായിനെയും കൂടെ കണ്ടു കേട്ടോ. അത്രയ്ക്കും ദൂരെയായിരുന്നു. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്ന് സമയം കളഞ്ഞില്ല. നല്ല മഴയുണ്ടായിരുന്നു. കോട്ടൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഫൈനലി നമ്മൾ അതിരമ്പള്ളി വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മളിങ്ങനെ നിന്ന് വീഡിയോസ് എടുക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തൊരു ഷോപ്പിൻ്റെ മുകളിലേക്ക് ഒരു മരം പൊട്ടി വീണത്. ആ ഒരു മഴയുടെ കാറ്റിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ്. ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ നമ്മൾ ടിക്കറ്റ് എടുത്ത് വാട്ടർഫോൾസിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കോടയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയൊക്കെ കയറി പാഞ്ഞ് നടക്കുന്നുണ്ട് ഒരു കുരങ്ങൻ്റെ പോലെ. ഞാൻ പറഞ്ഞു തീർന്നില്ല, ആൾ വന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതേ ഓടി പോകുന്നുണ്ട്. ദെൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴേക്കല്ല വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. മഴയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്താവും ഒന്നും അറിയത്തില്ല. നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ. നമ്മൾ ഈ കോട്ടൊക്കെ എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ പോകുമ്പോൾ അവിടെ നിന്ന് ആ വെള്ളം തെറിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അവിടം വരെ പോകേണ്ടി വന്നില്ല. നമുക്ക് മുകളിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മഴ കിട്ടി. അപ്പം തന്നെ കോട്ടെടുത്ത് ഇടേണ്ട അവസ്ഥ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കോട്ടിട്ടെങ്കിലും നനയാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ നനവ് കിട്ടിയായിരുന്നു കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരുടെ കൂടെ തന്നെ അത്ര തന്നെ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. അവരങ്ങനെ ആ സൈഡിൽ ആരെയും മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കുടുംബവും കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ വെള്ളച്ചാട്ടത്തിന് താഴേക്കുള്ള ഭാഗത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേല് മൊത്തം നനഞ്ഞിട്ടുമുണ്ട്. ഒരു 4 റിങ്ങെങ്കിലും നമ്മൾ ഇറങ്ങണം. പകുതി എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയായത്. രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. ഫസ്റ്റ് ടൈമാണ് അതിരമ്പള്ളി വന്നിട്ട് ഞാൻ താഴെ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. നനഞ്ഞ് ചീഞ്ഞെങ്കിലും അതൊന്നും വകവെക്കാതെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴേക്ക് കേട്ടോ. എൻ്റെ ദൈവമേ, അന്തം വിട്ട് പണ്ടാറടങ്ങിയ മോന്തയാണ് ഗൈസ് നിങ്ങളിപ്പോൾ എൻ്റെ ഈ കാണുന്നത്. കാരണം നല്ല മഴയുണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല
നല്ല മഴയും കോടയും വെള്ളച്ചാട്ടത്തിൻ്റെ പവറും എല്ലാം കൊണ്ടും ഒരേ വൈബ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. വീഡിയോ എടുക്കാൻ നമുക്ക് ഒരുപാട് പാടുപെട്ടു. നമ്മുടെ ക്യാമറയിലേക്ക് നല്ലോണം വെള്ളം വീഴുന്നുണ്ട്, എങ്കിലും നമ്മൾ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് വീഡിയോസ്. അങ്ങനെ സുന്ദരിയായ നമ്മളുടെ അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഇരുന്നങ്ങ് ആസ്വദിച്ചതിന് ശേഷം മൊത്തം നനഞ്ഞ് ചീഞ്ഞ് ഞാൻ കയറി വന്നു ഗായ്സ് മുകളിലേക്ക്. പറ്റിയ മറ്റൊരു അബദ്ധം എന്താ വെച്ചാൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രസ്സ് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. വീട് വരെ നമ്മൾ നനഞ്ഞ് ചേഞ്ച് തന്നെ പോകാൻ തീരുമാനിച്ചു. കാരണം കിട്ടിയ പണീനെ ആരും അറിയേണ്ട വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി 2 വമ്പന്മാരെ കണ്ടു ഗായ്സ്. 2 വമ്പന്മാരെ കണ്ടു. ഒന്നും പറയാനില്ല, ഇത്ര അടുത്ത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. ആളുടെ നോട്ടം കണ്ടിട്ട് കൈയും കാലും വിറക്കുന്നുണ്ടായിരുന്നെങ്കിലും കാല് വിറയ്ക്കുന്നത് വീഡിയോയിൽ കാണരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ചെന്ന് തൊട്ടടുത്ത് നിന്നു കേട്ടോ. വീഡിയോ നല്ല രീതിയിൽ സ്ലോ ആക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നേരമെങ്കിലും കിട്ടുന്നത്. 1 സെക്കൻഡ് നിന്നിട്ട് ഞാൻ ഓടി കയറുകയാണ് ചെയ്തത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു. കാരണം ഒരുപാട് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടിയാലോ അങ്ങനെ നമ്മൾ എന്തായാലും നമ്മൾ 2-3 എന്താ പറയുക ചങ്ങായിമാരെയും കണ്ടു, നല്ല രീതിയിൽ വാട്ടർഫോൾസും കണ്ടു, ഏഴാറ്റുമുഖത്ത് ഇറങ്ങി ഹാപ്പിയായി തിരിച്ചു വരുന്ന വഴി ഒരു ഫാമിലിനെയും പരിചയപ്പെട്ടു. അവരോടെല്ലാം സംസാരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യാണ്. ബൈ.